ഇഷ്ടമുള്ള ഒരു പാട്ട്? എന്നോമൽ നിധിയല്ലേ കൺപീലി നനയല്ലേ എന്നാളും മരിക്ക് ഞാൻ കാവലായി. എങ്ങനെ എല്ലാം ഇഷ്ടപ്പെട്ട് ചെയ്ത പാട്ടില്ല. എന്നോമൽ നിധിയല്ലേ ഏത് കുട്ടിയാണ് ഇഷ്ടം എന്ന് ചോദിക്കുന്ന പോലെ അതെ ഇരിക്കും അല്ലേ? ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന പാട്ടിൽ തന്നെയാണ് എല്ലാം. Okay. സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ. MT സാറാണെങ്കിലും അല്ലെങ്കിൽ ONV കുറുപ്പ് സാറാണെങ്കിലും പറയും എഴുതാനിരിക്കുന്ന ഇടം വളരെ പ്രിയപ്പെട്ട. അതുപോലെ തന്നെ രഞ്ജിനും പ്രിയപ്പെട്ട ഒരു ഇടമുണ്ടോ? ഈ ഡെലിവറി ഡേറ്റ്സ്, ഷൂട്ട് ഡേറ്റ്സ്, റിലീസിങ് ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ഏത് ഇടം കിട്ടുന്നോ ആ ഇടം നമ്മുടെ ഇടമാക്കി മാറ്റുക എന്നുള്ളത് മാത്രമാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ വിത്തിൻ കുറച്ച് ടൈമിന്റെ ഉള്ളിൽ അടുത്ത പാട്ടുകളിലേക്ക് പുതിയ പുതിയ മ്യൂസിക്കുകളൊക്കെ കിട്ടുന്നത്? അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, ഒരു കേൾവിക്കാരൻ മാത്രമായിട്ടിരിക്കുമ്പോൾ. പക്ഷെ നമ്മൾ കമ്പോസ് ചെയ്യുന്ന സമയങ്ങൾ വരുമ്പോൾ എന്തായാലും എല്ലാ കമ്പോസേഴ്സും അങ്ങനെ തന്നെ ആയിരിക്കും തന്നെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ തന്നെ അവിടെ നിന്ന് ഷിഫ്റ്റ് ആയി പോവില്ലേ. അടുത്ത കുറേ സിറ്റുവേഷൻസ് ഒരു പടത്തിൽ ഉണ്ടാകുമ്പോൾ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ പൂമത്തോളം എന്ന് പറഞ്ഞ സിറ്റുവേഷൻ കഴിഞ്ഞാൽ ഉയരുന്നാഥിനുള്ള സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ നമ്മളവിടെ ഭക്തിയിലേക്കും അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ മാറിയില്ലേ, നമ്മുടെ ചിന്തകളെ മാറിയില്ലേ. ഒരു എഞ്ചിന്റെ അടുത്ത് ഈ പാട്ടുകൾ പറയുന്ന സമയത്തും കറക്റ്റായിട്ട് അഭിനയിച്ച് വരെ അതെ കണ്ണത്ത ദൂരമൊക്കെ ചെയ്യുന്ന സമയത്ത് ചേട്ടൻ വന്ന് നമ്മുടെ ഫ്രണ്ടിലിരുന്ന് തലയണയൊക്കെ കെട്ടിപ്പിടിച്ച് സെമിത്തേരി പോലെ അതിനെ സങ്കല്പിച്ച് കരഞ്ഞ് അങ്ങനെയൊക്കെ പെർഫോം ചെയ്ത് കാണിക്കുമായിരുന്നു. അപ്പോൾ കാരണം മെത്തേഡ് ആക്ടർ എന്ന് പറയുന്ന പുള്ളി അതിൽ നമ്മൾ അപ്പോഴേ പറഞ്ഞ പോലെ പൂമുത്തോളിയിൽ നമ്മൾ കുടുങ്ങുമെന്ന് ചോദിച്ചില്ലേ, അതുപോലെ പുള്ളി അതിൽ കുടുങ്ങിക്കിടക്കുന്നതാണ്. പുള്ളി പിന്നെ ജീവിക്കുന്നത് ജോസഫായിട്ടായിരുന്നു ആ സമയത്ത്. ഹലോ, ഹായ്, നമസ്കാരം. മലയാളികളെ എപ്പോഴും മൂളി നടക്കുന്ന കുറേ പാട്ടുകൾ, ഹിറ്റായിട്ടുള്ള കുറേ പാട്ടുകൾ സമ്മാനിച്ച മ്യൂസിക് ഡയറക്ടറും അതുപോലെ ലിറിസിസ്റ്റും ഗായകനുമെല്ലാമായ രഞ്ജിൻ രാജാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം. താങ്ക് യു. ലിറിസിസ്റ്റ് അല്ല, ലിറിസിസ്റ്റ് ഇടയ്ക്കൊരു പാട്ടും വിക്കിപീഡിയയിൽ ലിറിസിസ്റ്റും കിടപ്പുണ്ട്. എനിക്കറിയില്ല എങ്ങനെ വന്നു. ഞാനും അപ്പൊ ഇന്ന് വിചാരിക്കുമായിരുന്നു, ഞാൻ ചില വാക്കുകളൊക്കെ എൻ്റെ പല പാട്ടുകളുടെ ഉണ്ട്, പക്ഷെ ഞാൻ ലിറിസിസ്റ്റ് അത് നമുക്കങ്ങ് വെട്ടിയേക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഷോയിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പോൾ പുതിയ സിനിമ ഇറങ്ങുന്നതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ രഞ്ജിന് ഓർക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടി വരുന്നത് പൂമുത്തോളയാണ് കേട്ടോ. അത് മലയാളികളുടെ ഒരു പ്രശ്നമാണോ, അതെയോ ഏറ്റവും ആദ്യം ഏത് ഷോ തുടങ്ങുമ്പോഴും ഇതിനെക്കുറിച്ചാണോ ആദ്യം പറയുക? എന്തായാലും അതിലേക്ക് എത്താറുണ്ട്. എങ്ങനെയൊക്കെ പോയാലും അതിലേക്ക് എത്തും. നമ്മുടെ ആദ്യത്തെ പാട്ടും അല്ലെങ്കിൽ ആദ്യത്തെ ഒരു വലിയ ഹിറ്റും കൂടെ അല്ലേ, മലയാളി പ്രേക്ഷകരുടെ സ്വന്തം പാട്ടാണല്ലോ. എന്റെ പാട്ട് എന്നതിലേക്കാട്ടിലുപരി ഓരോ മലയാളിയുടെയും പാട്ടാണ് പൂമുത്തോളെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പാട്ടിലേക്ക് എന്തായാലും എത്താറുണ്ട്. ഞാൻ ഇൻട്രോ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പാടി നടക്കുന്ന മൂളി നടക്കുന്ന മലയാളികളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടുകളിൽ വൺ ഓഫ് ദ സോങ് എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റും ആ ഒരു പാട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ സിനിമയിൽ നിന്ന് അങ്ങ് തുടങ്ങാം അല്ലേ? പുതിയ സിനിമ ഭീഷ്മർ. അപ്പോൾ ഭീഷ്മറിൽ റിലീസാണ്. എന്താണ് ഭീഷ്മറിന്റെ വിശേഷങ്ങൾ? ഭീഷ്മർ നല്ലൊരു ഫൺ ഫിൽഡ് ഫാമിലി എന്റർടൈനറാണ്. അതിൽ ഒരു 3 പാട്ടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. 2 പാട്ടുകൾ ഫ്രഷ്ലി ഞാൻ ചെയ്ത പാട്ടുകൾ. വേറെ ഒരു സോങ് എന്ന് പറയുന്നത് പഴയ പാൽനില പുഞ്ചിരി, ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറുടെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ക്ലാസിക് സ്വഭാവമുള്ള ഒരു ആൽബം. നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ മലയാളികൾക്കും ഇഷ്ടമുള്ള, അറിയാത്തതായിട്ട് ആരും ഇല്ല. എസ്പെഷ്യലി നമ്മളെപ്പോലത്തെ 80s 90s കിഡ്സിനൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ആൽബം സോങ് ആയിരുന്നു പാൽനില പുഞ്ചിരി. അപ്പോൾ അതിൻ്റെ റീമിക്സ് ഈ പടത്തിലുണ്ട്. പിന്നെ വേറൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ കൂടെ വരുന്ന ഒരു കല്യാണ പാട്ടും കൂടെ ഉണ്ട്. മെയിൻലി ഇപ്പോൾ ഇറങ്ങിയ പാട്ട് അമ്പലപ്രാവിൻ്റെ എന്ന് പറഞ്ഞ ഒരു സോങ്ങാണ്. ഇപ്പോൾ നല്ല രീതിയിൽ അത് സക്സസ്ഫുള്ളായിട്ട് പടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. വിനീതേട്ടനും അനില രാജീവും കൂടെ പാടിയത്. ഈ പുതിയവർക്ക്, അതായത് പുതിയ പുതിയ സിംഗേഴ്സിന് അവസരം കൊടുക്കുന്നുണ്ട് രഞ്ജിൻ അല്ലേ? കൂടുതലും പുതിയ സിംഗേഴ്സ് വരുന്നുണ്ട്. പക്ഷെ പഴയ സിംഗേഴ്സിനെയും കൊണ്ടുവന്നു, ഇപ്പോൾ മിൻമിനി മാമിനെയൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ പുതിയ സിംഗേഴ്സിനെ അവരെങ്ങനെയാണ് ഇപ്പോൾ ഈ പാട്ട് എനിക്ക് തോന്നുന്നു വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നല്ല ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ പുതിയവരെ എങ്ങനെയാണ് ഇതിലേക്ക് കൊണ്ടുവരുന്നത്? അതൊരു ഇഷ്ടമാണോ? അനില ആദ്യമായിട്ട് പാടുന്ന കുട്ടിയല്ല. അനില നല്ല കുറേ ഹിറ്റുകൾ പാടിയിട്ടുണ്ട്. കിളിയെ പോലത്തെ പാട്ട് പാടിയിട്ടുണ്ട്. പേമാരി, തുടരുമല്ല പേമാരി എന്ന് പറഞ്ഞ ട്രാക്ക്. പിന്നെ അനില ദുപ്പട്ട വാലി എന്ന് പറഞ്ഞ സോങ് ഒക്കെ ഹിറ്റാണ് അനിലയുടെ. പക്ഷെ അനിലയ്ക്ക് സ്വയം മാർക്കറ്റ് ചെയ്ത് അനില അത് പാടിയെന്ന് അറിയിക്കാനുള്ളൊരു കഴിവില്ലാത്ത കുട്ടിയും കൂടെയാണ് എനിക്ക് തോന്നാറുണ്ട്.
അപ്പോൾ കുറേ നാളായിട്ട് എന്നും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളിൽ അഞ്ജലയുടെ ശബ്ദം ഭാഗമാവാറുണ്ട്. ഇപ്പോൾ സുമതി വളവിലുണ്ട് അത്, ഓക്കെ. പിന്നെ എൻ്റെ റീസെൻ്റ്ലി ഇറങ്ങിയ തെലുങ്ക് പടത്തിലും ഈ പറഞ്ഞ പൊങ്കാലയിലും ഒക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ അഞ്ജലയുടെ ശബ്ദം മേജറായിട്ട് പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ അപ്പോഴേ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് നല്ലൊരു പാട്ട്, എല്ലാവരും ആ കുട്ടിയെ കൊണ്ട് കൂടുതൽ ബേസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പാട്ടിലാണ് പാടിപ്പിക്കുന്നത്, കുറച്ച് ബേസ് വോയിസിൽ ത്രോ ഉള്ള പാട്ടിലൊക്കെയാണ് പാടിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഒരു സോഫ്റ്റ് മെലഡി, കുറച്ച് ഹൈ ഒക്ടേവിലൊക്കെ പാടാനും കൂടെ പറ്റുന്ന ഒരു സോങ് ആ കുട്ടിയെ കൊണ്ട് പാടിക്കണമെന്നുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അത് പാടിച്ചു. അത് അനില തന്നെ ഞെട്ടിപ്പോയി, ആ പാട്ടിന് എന്തിനാണ് അനിലെ ചൂസ് ചെയ്തതെന്ന് ആലോചിച്ചിട്ട് അനില എന്നോട് പറഞ്ഞു എനിക്ക് ഭയങ്കര ഞെട്ടലാണ് ഈ പാട്ട്, എനിക്കത് കിട്ടിയതില്ലെന്ന് അനില പറഞ്ഞിരുന്നു. അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. ആ പാട്ട് ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ, സിനിമയുടെ റിലീസിനോടൊപ്പം തന്നെ ആ പാട്ടുണ്ടാവും. പക്ഷെ അമ്പലപ്രാവിൻ്റെ അനിലയുടെ ബേസ് വോയിസും ഹൈ ഒക്ടേവും ഈക്വലി പരീക്ഷിച്ച ഒരു പാട്ടാണ്. അങ്ങനെ പാടാൻ കഴിവുള്ള വളരെ കുറച്ച് ഗായികമാരേ ഉള്ളൂ, ബേസും അതേ ഒക്ടേവ് തന്നെ ഹൈയും. അപ്പോൾ സിത്താരയൊക്കെ ആ ഗണത്തിൽപ്പെടുന്ന ഗായികയാണ്. അപ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വസിക്കും. പിന്നെ വിനീതേട്ടൻ്റെ ശബ്ദവും അമ്പലപ്രാവിൻ്റെ എന്ന് പറയുന്ന സോങ്ങിന് ഭയങ്കര മുതൽക്കൂട്ടായിരുന്നു. കുറച്ച് നാളുകളായിട്ട് വിനീതേട്ടൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കാതിരിക്കുകയായിരുന്നു. മാളിപുറത്തിൽ പാടിയിട്ടുണ്ടായിരുന്നു, അതിനുശേഷം ഒരു ഒന്നാം പടിമേലെ, അമ്പാടി തുമ്പി കുഞ്ഞും, ആ സോങ്ങൊക്കെ വിനീതേട്ടൻ്റെ ശബ്ദം കൊണ്ട് എന്താ പറയുക ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ പാട്ടുകളാണ്. അപ്പോൾ പിന്നെ എൻ്റെ വേറൊരു പടത്തിൽ ബോംബെ പോസിറ്റീവ് എന്ന് പറഞ്ഞ പടത്തിൽ വിനീതേട്ടൻ പാടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴാണ്. എങ്ങനെയാണ് ഇവരെ ഓരോരുത്തരെയും ചൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു സിനിമയിൽ അതിൻ്റെ സിറ്റുവേഷൻസ് വരുമ്പോഴാണോ, അതെയോ ഇവരുടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബേസ് നോട്ടും ഹയർ നോട്ടും എല്ലാം എടുക്കാൻ പറ്റുന്നത് അതിങ്ങനെ മനസ്സിൽ സൂക്ഷിച്ച് ഇന്നത് വരുമ്പോൾ ഇന്നവരെ വിളിക്കാം അങ്ങനെയാണോ? എങ്ങനെയാണ് ഒരു ഇവരെ സെലക്ട് ചെയ്യുക, ഒരു സെലക്ഷൻ പ്രോസസ്സ്? അങ്ങനെ ഒരു വലിയ പ്രോസസ്സ് ഇല്ല. ഓട്ടോമാറ്റിക്കലി പാട്ട് കമ്പോസ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം തോന്നും ഇത് ഇങ്ങനത്തെ ടോണുള്ള ഒരാൾ പാടിയാൽ നന്നാവും. ഒരു മധുചേട്ടനെ പോലെ അല്ലെങ്കിൽ വിജയനെ പോലെ, വിജയ് ചേട്ടനെ പോലെ അങ്ങനെയൊക്കെയുള്ള ബേസ് വോയിസ് ഉള്ള കൾച്ചറുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ ഭയങ്കര ഹസ്കി ആയിട്ടുള്ള ടോൺ വേണം തോന്നാറുണ്ട്. അപ്പോൾ പാട്ടിൻ്റെ കൾച്ചർ അനുസരിച്ച് ആ പാട്ടിൽ കുറേ ട്രാവൽ ചെയ്യും. പെട്ടെന്ന് നമ്മൾ കമ്പോസ് ചെയ്ത് നെക്സ്റ്റ് ഡേ പാടിപ്പിക്കുന്നതല്ലല്ലോ. ആ പാട്ട് കമ്പോസ് ചെയ്ത് കുറേ ദിവസങ്ങൾ നമ്മൾ ട്രാവൽ ചെയ്ത ശേഷമാണ് ഇവരിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ അത്രയും സമയങ്ങൾ നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം അത് ആ പാട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ തലയിൽ കൂടെ പല ശബ്ദങ്ങളും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ചൂസ് ചെയ്യും, അതാണ്. ഓക്കെ. ഇപ്പോൾ വിനീതേട്ടൻ്റെ ഈ പറഞ്ഞ പോലെ കുറച്ച് നാളുകളായിട്ട് പാട്ടുകളും ആ ഒരു ശബ്ദം കേൾക്കാൻ തന്നെ ഒരു കൊതിയാവും ചില സമയത്ത്, ചില പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട്. ഞാൻ എപ്പോഴും എഫ് എമ്മിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ വിനീതേട്ടൻ്റെ തന്നെ കുറേ പാട്ടുകളൊക്കെ എടുത്ത് ആ ശബ്ദത്തിനൊരു പ്രത്യേക ഒരു മാസ്മരികമായിട്ടുള്ളൊരു ശബ്ദമാണ്. അപ്പം വിനീതേട്ടന് എങ്ങനെയാണ് ഈ ഒരു ഭയങ്കര ജെന്യുവിൻ സിംഗിങ് അല്ലേ വിനീതേട്ടൻ? അധികം കള്ളത്തരങ്ങളില്ലാത്ത സിംഗിങ് ആണ്, ഗിമ്മിക്കായിട്ടുള്ള ഇമോഷൻസ് കൊണ്ട് അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പുള്ളി പാടുന്ന രീതിയിൽ പാടും. ആ ശബ്ദത്തിൽ തന്നെ ഒരു മാജിക്കൽ ഒരു സ്പോട്ട് ഉണ്ട് വിനീതേട്ടൻ്റെ ശബ്ദത്തിൽ. അത് നമുക്ക് ഒന്നാം പടിമേലെ എന്ന് പറഞ്ഞ പാട്ടൊക്കെ എനിക്ക് വിനീതേട്ടൻ്റെ ശബ്ദം ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്ത പാട്ടാണ്. ഒരിക്കലും ഞാനത് നമ്മൾ കമ്പോസ് ചെയ്ത് പോയി, സിറ്റുവേഷൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പാട്ടാണ്. അത് വിനീതേട്ടൻ്റെ ശബ്ദം ഞാൻ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അത് ആക്ച്വലി ആൻഡ്രോ ചേട്ടനാണ് സജസ്റ്റ് ചെയ്തത്. അതേപോലെ ഈ പാട്ട് അമ്പലപ്രാവിൻ്റെ സോങ് വിജയൻ സാറാണ്, ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറാണ് വിനീതേട്ടനെ കൊണ്ട് പാടിപ്പിക്കാമെന്ന് എന്നോട് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ ഞാൻ വിനീതേട്ടനല്ലായിരുന്നു എൻ്റെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കമ്പോസ് ചെയ്യുമ്പോഴൊന്നും. പിന്നെയാണ് ഞാൻ ആ പെർസ്പെക്റ്റീവ് മാറ്റി ചിന്തിച്ചു തുടങ്ങിയത്. പിന്നെ ധ്യാൻ ചേട്ടൻ്റെ സിനിമ ചേട്ടൻ പാടുന്നു എന്നുള്ളൊരു ചേട്ടനും അനിയനും പാടിയിട്ടുണ്ട്. എന്തായാലും നല്ലതാ അത്. ആക്ച്വലി അവരെ ഫാമിലിത്തെ ആൾക്കാർക്ക് ശബ്ദം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുമ്പോൾ എന്തായാലും അത് വർക്കൗട്ട് ആവുകയുള്ളൂ. ഇപ്പം ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, ധ്യാനിങ്ങനെ ആദ്യമേ തന്നെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട് രഞ്ജിന് എടുക്കുന്ന ഒരു റിസ്ക് ആണ് എടുത്തിരിക്കുന്നത്, ധ്യാനിനെയും അതുപോലെ തന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണനെയും കൊണ്ട് പാടിപ്പിക്കുന്നു എന്നുള്ളത്. എങ്ങനെയാണ് ആ റിസ്കിലേക്ക്? നന്നായിട്ട് പാടിയവർ നല്ല സിംഗേഴ്സ് ആയിരുന്നു. എനിക്കങ്ങനെ വലിയ ബുദ്ധിമുട്ട് ധ്യാൻ ചേട്ടനാണെങ്കിലും വിഷ്ണു ആണെങ്കിലും അവർ ഭയങ്കര വളരെ സ്പീഡ് പാടി, ഈസി ആയിട്ട് പാടി. അധികം ടെക്നിക്കാലിറ്റീസ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത സിംഗിങ് ആണ്. ആക്ച്വലി ആ പാട്ടും ആ ഒരു സ്റ്റൈലല്ലേ, ഈസി ആയിട്ടുള്ള പാട്ടാണല്ലോ, അധികം കഷ്ടപ്പാടൊന്നുമില്ല. രണ്ടുപേര് പാടാമോ ആ പാട്ടോ? കാട്ടുപുലി ആടിൻ വേഷം കെട്ടി വരുന്നുണ്ടേ, ആട് പുലി വേഷം കെട്ടി കൂടെ നടപ്പുണ്ടേ, ആടേത് പുലിയേത് നീയാര് ഞാനാര് ആരാണ് നേരുള്ളവൻ എന്നാർക്കും അറിയില്ല. അങ്ങനെ ഒരു ഫോക്കാണ് ആക്ച്വലി. അത് സന്തോഷ് ശർമ്മയുടെ ലിറിക്സ് എഴുതിയത്. ഇത് ലിറിക്സിനനുസരിച്ച് ട്യൂൺ ചെയ്ത പാട്ടാണ്. അപ്പോൾ ഇതൊരു ഫോക്ക് വളരെ ഈസി ആയിട്ടുള്ള, എനിക്കൊന്ന് കുറച്ച് പ്രത്യേകതയുള്ള പാട്ടാണ്. അതിന്റെ ലിറിക്സും നല്ല ഭയങ്കര രസമാണ്. അതാണ് നമ്മുടെ കലികാലം. അത് ആരാണ് ശരി, ആരാണ് നേര്, ആരാണ് തെറ്റ്, ആരാണ് നല്ലവൻ, ആരാണ് നമ്മൾ ചതിക്കാൻ പോകുന്നത്. കാട്ടുപുലി ആടും വേഷം കെട്ടി നടപ്പുണ്ട്, ആട് പുലി വേഷം കെട്ടി നടപ്പുന്നുണ്ട്. ആരാണ് ഇത് നമുക്ക് മനസ്സിലാവുന്നില്ല. അതാണ് ഈ കലികാലം എന്ന് പറയുന്ന ഒരു പാട്ടാണത്. ഞാൻ ഈ പാട്ട് ആദ്യം കേട്ടു ജസ്റ്റ് ഈസിൽ
പിന്നെ ഞാൻ ഒന്നും കൂടെ കേട്ടു, അപ്പോഴാണ് ഈ വരികളുടെ ആ നല്ല രസമുള്ള വരികളാണ്, ഒരു ഫോക്കാണ്. ഫോക്കിന്റെ എല്ലാ എസെൻസും സന്തോഷേട്ടൻ പിന്നെ ഫോക്ക് എഴുതാൻ ഭയങ്കര അഗ്രഗണ്യനാണ്. അപ്പോൾ സന്തോഷേട്ടൻ്റെതായ ഒരു സ്പെഷ്യാലിറ്റിയും കൂടെ പാട്ടിലുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ നാളുകളായിട്ട് ഈ ഒരു 3 പേര് ചേരുന്നുണ്ട്. സന്തോഷ് വർമ്മ, ഈസ്റ്റ് കോസ്റ്റ് വിജയൻ, വിജയൻ സാറുടെ പടം, 3 പടങ്ങൾ ഞാൻ ചെയ്തുള്ളൂ വിജയൻ സാറുടെ. ഈ നിങ്ങളുടെ ഒരു കോംബോ അടിപൊളിയാവുന്നുണ്ട്. വിജയൻ സാറുടെ അടുത്ത് പടങ്ങൾ ചെയ്യാനായിട്ട് എന്നെ ആക്ച്വലി വിജയൻ സാറുടെ അടുത്തേക്ക് കൊണ്ടുപോയത് സന്തോഷേട്ടനാണ്. അവരൊരുപാട് സിനിമകളും ഒരുപാട് ഇതും ഡിവോഷണൽ സോങ്സും ഒക്കെ ഇഷ്ടം പോലെ ചെയ്തൊരു ടീമാണ്. വിജയൻ സാറിന് വേണ്ടി സന്തോഷേട്ടൻ അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സന്തോഷേട്ടനാണ് എന്നെ കൊണ്ട് വിജയൻ എന്നെ കണക്ട് ചെയ്തതും അങ്ങോട്ട് കൊണ്ടുപോയതും. അങ്ങനെ ഞങ്ങൾ 3 പടങ്ങൾ വർക്ക് ചെയ്തു, കള്ളനും ഭഗവതിയും ചിത്തിനിയും ഭീഷ്മറും. ഇതിലെല്ലാം സന്തോഷേട്ടൻ്റെ പ്രസൻസ് ഫുള്ളായിട്ടുണ്ടാവാറുണ്ട്. സന്തോഷേട്ടന്റെ ഒരു പെന്നിങ് സ്റ്റൈൽ എങ്ങനെയാണ്? ഇത് മാത്രമല്ല, മാളികപ്പുറം എഴുതിയിട്ടുണ്ട്. മാളികപ്പുറത്തിൽ 1-ാം പടിമേലെ സന്തോഷേട്ടൻ എഴുതിയ പാട്ടാണ്. ഗണപതി തുണയരുളുക, അല്ലെങ്കിൽ കലിയുഗ വിധായകം, അങ്ങനെ ഒരുപാട് എഴുതിയിട്ടുണ്ട് സന്തോഷേട്ടൻ. മാളികപ്പുറത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലും പാട്ടുകളിലൊക്കെ ഒഴിച്ചു മാറ്റി നിർത്താനാവാത്ത ഒരു ടാലൻ്റാണ് സന്തോഷേട്ടൻ്റെ. അതുകൂടാതെ തന്നെയാണ് സുമതി വളവിൽ സന്തോഷേട്ടൻ എഴുതിയിട്ടുണ്ട്. ക്യൂൻ എലിസബത്തിൽ എഴുതി കുറേ പടങ്ങൾ എഴുതി. എൻ്റെ കുറേ ആയി കഴിയുമ്പോൾ ഒരു റാപ്പോ തന്നെ സന്തോഷേട്ടനും ഹരിയേട്ടനും ഒക്കെ എനിക്ക് കുറേ പാട്ടിൽ എഴുതിയ ആൾക്കാരാണ്. ഇവരുടെ ഒരു പെന്നിങ് സ്റ്റൈല് പറയാമോ? ഇപ്പോൾ ചിലർ ഓൺ ദ സ്പോട്ട് ചെയ്യുന്നത്. ഹരിനാരായണൻ ചേട്ടൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന് അപ്പം തന്നെ വളരെ സ്പീഡിൽ എന്ത് കറക്ഷൻസ് ഉണ്ടെങ്കിലും എന്താണ് വേണ്ടതെന്നുള്ള കാര്യം അധികം ഒന്നും സമയം കളയാതെ തന്നെ പുള്ളി തരും. സമയം കളയാതെ ഒന്നുമല്ല, പുള്ളി ഭയങ്കര ഒരു കമേഴ്ഷ്യൽ എഴുത്തുകാരനായിട്ട് എനിക്ക് തോന്നും. എന്നാൽ ഒരുപാട് പദസമ്പത്തുള്ള ഒരു ലിറിസിസ്റ്റ് കൂടിയാണ്. ഏതറ്റം വരെയും പോവാം, ഏതൊരു കോർണറിലും കൊണ്ട് പുള്ളിയെ പ്ലേസ് ചെയ്യാം. അവിടെ എന്താണോ ഫില്ല് ചെയ്യേണ്ടത് അത് ഫില്ല് ചെയ്ത് തരാൻ ഹരിനാരായണൻ ചേട്ടന് അറിയാം. ഭയങ്കര അടിപൊളി ലിറിസിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഉയരുന്നാഥിനെയും കണ്ണത്താതൂരും കരിനീലക്കണ്ണുള്ള പെണ്ണും ഒക്കെ പോവുകയും ഒക്കെ ഉണ്ട്. നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന വരികൾ ഒന്നും ഇങ്ങനെ എന്താ ഏച്ചു കിട്ടിയാൽ മുഴച്ചു നിൽക്കും എന്ന് പറയുന്ന പോലെ ഒരു അങ്ങനെ ഇല്ലാത്ത ഒരു വളരെ സൂത്തിനിങ് ആയിട്ട് പുള്ളി ഭയങ്കര ഒരു വെള്ളം പോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാളാണ് ഹരിനാരായണൻ ചേട്ടൻ്റെ വരികൾ. സന്തോഷേട്ടനും എന്തായാലും അങ്ങനെ തന്നെ. സന്തോഷേട്ടനൊക്കെ ഞങ്ങൾ നടന്ന് ഈ മാളികപ്പുറത്തിൻ്റെ ലൊക്കേഷനിൽ പോയിട്ട് വെറുതെ ചുമ്മാ നമ്മൾ ഗ്രാമവീഥികളിലൂടെ നടന്ന് ക്രിയേറ്റ് ചെയ്തതാണ് അമ്പാടിത്തുമ്പി കുഞ്ഞും അല്ലെങ്കിൽ 1-ാം പടിമേലൊക്കെ നടന്ന് സംസാരിച്ച് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പൊ തന്നെ ഇരുന്ന് എഴുതുവാണോ അതെയോ നിങ്ങൾ സംസാരിച്ച് ഒരുമിച്ച് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പം തന്നെ ടൈപ്പ് ചെയ്ത് പോയിട്ട് ഒരു നടത്തം കഴിഞ്ഞ് വരുമ്പോഴേക്കും പാട്ടുകളായിട്ടുണ്ട്. സുമതിയുടെ പാട്ടാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ആണല്ലേ? ആദ്യം തന്നെ ലിറിക്സ് ആണോ റെഡി ആവുക, അതോ മ്യൂസിക് ആണോ, എങ്ങനെയാണ്? എനിക്ക് സന്തോഷേട്ടൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് ലിറിക്സും ട്യൂണും കൂടെ ഒരുമിച്ച് ക്രിയേറ്റ് ആയി പോയിട്ട് 1-ാം പടിമേലെ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത പാട്ടാണ്. ട്യൂൺ ചെയ്യും, ഒരു ട്യൂൺ പാടും, അപ്പം തന്നെ ലിറിക്സ് പറയും, അപ്പം ഇങ്ങനെ വെച്ചോടെ അങ്ങനെ അടുത്ത ട്യൂൺ അങ്ങനെ കമ്പോസ് ചെയ്താണ് 1-ാം പടിമേലേക്ക്. അധികം സമയം കളഞ്ഞിട്ടില്ല. നമ്മുടെ ഈ മൂവിയുടെയോ ഇതില് ട്യൂൺ ചെയ്തിട്ടാണ് ലിറിക്സ്. ഇത്തിരി പോകുന്നൊരു എന്ന് പറഞ്ഞ സോങ് ഇനി ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. ആ സോങ് ഈ പറഞ്ഞ പോലെ ഹരിനാരായണൻ ചേട്ടനും ഞാനും കൂടെ വിജയൻ സാറിൻ്റെ കൂടെ വിക്ടോറിയ കോളേജിൽ പോയി. അവിടെ ഉള്ളിലുള്ള വിക്ടോറിയ എൻ്റെ കോളേജാണ് എങ്കിൽ പോലും ഇവരുടെ കൂടെ ഞാനൊന്നും കൂടെ എൻ്റെ കോളേജിൽ പോയി വരാന്തകളിലൂടെ നടന്ന് ലൈബ്രറിയിലൊക്കെ പോയി ക്ലാസ് റൂമിലൊക്കെ നടന്ന് മുത്തശ്ശി മരത്തിൻ്റെ അവിടെയൊക്കെ പോയിരുന്ന് അങ്ങനെ എഴുതി. അങ്ങനെ അവിടുന്ന് എടുത്ത കുറേ മൊമെൻറ്റ്സുമായിട്ടാണ് ഹോട്ടൽ റൂമിൽ പോയിട്ട് എഴുതി തുടങ്ങിയത് ഹരിനാരായണൻ ചേട്ടൻ. അത് എഴുതുമ്പോൾ പാട്ട് എഴുത്തും കമ്പോസിങ് കൂടെ ഏകദേശം ഒരുമിച്ചാണ് നടന്നത്. ഇതിൽ പിന്നെ അമ്പലപ്രാവിൻ്റെയും അതെ പല്ലവി മാത്രമാണ് ട്യൂൺ ചെയ്ത് ലിറിക്സ് എഴുതിയത്. അനുപല്ലവി എത്തിയപ്പോൾ ഈ സംസാരവും കൂട്ടത്തിൽ ട്യൂൺ ചെയ്യലുമായിരുന്നു. 2 പാട്ടിലും അങ്ങനെയാണ്. ഇതിൽ 2 പാട്ടിലും അങ്ങനെയാണ് കമ്പോസ് ചെയ്യപ്പെട്ടത്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ട്യൂൺ ഉണ്ടാക്കലും അങ്ങനെ മീറ്ററിന് വേണ്ടി ചില ട്യൂണുകൾ മാറ്റും അല്ലെങ്കിൽ ലിറിക്സ് മാറ്റിയിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയ പാട്ടിലാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു രഞ്ജിന് ഏറ്റവും കൂടുതൽ ഒരു ഗിഫ്റ്റഡ് എന്ന് പറയുന്നത് ഇതുപോലെ നല്ല ടീമിനെ അല്ലേ, അല്ലെങ്കിൽ പിന്നെ തീർച്ചയായും ഏത് സിനിമ എടുത്താലും രഞ്ജിന് കിട്ടുന്ന നല്ലൊരു ടീമാണ് കൂടെ. മ്യൂസിഷ്യൻസ് മാത്രമല്ല, ഡയറക്ടേഴ്സ് ആണെങ്കിലും നല്ല റൈറ്റേഴ്സ് ആണെങ്കിലും നല്ല പ്രൊഡ്യൂസേഴ്സിൻ്റെ കൂടെയും നല്ല പ്രൊഡക്ഷൻ കമ്പനിയുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാനുള്ള ശരിക്കും ഈഗോ ഇല്ലാത്ത ടീം നമ്മുടെ കൂടെ ഉണ്ടെങ്കിലാണ് ഇപ്പോൾ പറയുന്ന അയ്യോ അത് ആ വാക്ക് അതിന് പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ. തീർച്ചയായിട്ടും ഹരിനാരായണൻ ചേട്ടനൊക്കെ അങ്ങനെ ഒരു എത്രണ്ണം വേണമെങ്കിലും മാറ്റി തരുന്ന ആളാണ്. എല്ലാവരും അങ്ങനെ എൻ്റെ അടുത്ത് ആരും വാശി പിടിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ വിനായക് പോലും പാൽനിലാവിൻ എന്ന് പറഞ്ഞ പാട്ട് ഞങ്ങൾ എത്രയോ ദിവസങ്ങളെടുത്ത് എഴുതിയത്. അപ്പോൾ വിനായകിന് അറിയാലോ, വിനായക് അങ്ങനെ അധികം
അവൻ അവൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സമയം കളഞ്ഞ എഴുതിയ പാട്ടാണെന്ന് പറയും, പാൽ നിലാവിൻ പൊയ്കയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ കാരണം വളരെ നല്ല ജെന്യൂനായിട്ട് നമ്മളും കമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിറിസിസ്റ്റ് ഈ ഗാനരചയിതാക്കൾ വരുമ്പോൾ അവർക്കും അറിയാം നമ്മൾ എത്ര എഫേർട്ട് ഇട്ടിട്ടാണ് അല്ലെങ്കിൽ എത്ര സ്നേഹത്തോടെയാണ് ആ പാട്ടിൻ്റെ കൂടെ നിൽക്കുന്നതെന്ന്. അപ്പോൾ എന്തായാലും അവരും അവരുടെ ജോലി മാക്സിമം ജോലിക്കപ്പുറം ചെയ്തു തരാറുണ്ട്. ആ ഒരു സൗഹൃദം അല്ലേ? എക്സാക്ട്ലി. നമുക്ക് ആ പാട്ടും പാൽനിലാവിൽ നമുക്ക് ഒരു 4 വരി പാടാമോ? ഉറപ്പായിട്ടും. പാൽ നിലാവിൻ പൊയ്കയിൽ വെൺ തുഷാരം പെയ്ത പോൽ എൻ കിനാവും മഞ്ഞു തൂകും നിൻ മുഖം ഞാൻ കാണി കാണി. ഈ പാടിന സിത്താരയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് 2022. എത്ര പേർക്കാണല്ലേ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിക്കൊടുത്തത്? 3 പേർക്ക്. 3 പേർക്ക്. വിജയ് ചേട്ടനും ഹരിനാരായണ ചേട്ടൻ എൻ്റെ പാട്ടിന് കിട്ടി, കണ്ണത്ത ദൂരം. ഇതും സിത്താരയ്ക്ക്. പക്ഷെ രഞ്ജിന് സ്റ്റേറ്റ് അവാർഡ് വൈകുന്നുണ്ടോ? അത് വരട്ടെ അല്ലേ, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാം. അതിൻ്റെ ജനമനസ്സുകളിൽ കുറെ അവാർഡുകൾ തന്നു കഴിഞ്ഞു, നിരവധി ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അവാർഡ് എനിക്ക് കൊടുക്കുന്നുണ്ട്. വെൽ ഡൺ മൈ ബോയ് എന്നല്ലേ. ഓക്കെ. അപ്പം ഞാൻ ഇപ്പോൾ നമ്മുടെ പുതിയ മൂവിയെ കുറിച്ച് തന്നെ ചോദിക്കുമ്പോൾ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിൻ്റെ ആൽബം ആണെങ്കിലും, ആൽബം തൊട്ട് തുടങ്ങുവാണെങ്കിൽ പണ്ട് മുതലുള്ള ആൽബംസ് എനിക്ക് തോന്നുന്നു രഞ്ജിനും ഒക്കെ കോളേജ് ടൈമിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ആൽബം. പാടിയിട്ടുണ്ട് ഞാൻ. എഞ്ഞിണക്കിളിയുടെ നൊമ്പരഗാനം കേട്ട് ഇന്നലെ ഉറങ്ങാതെ ഞാനിരുന്നു. അല്ല, ഞാൻ പാടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയും. 6ാം ക്ലാസ് 7ാം ക്ലാസ്. ഓക്കെ. അതെ, പാട്ട് പാടി നടന്നിട്ടുണ്ടല്ലേ. ഞാൻ പെട്ടെന്ന് രഞ്ജിൻ അന്ന് പാടിയിട്ടുണ്ടെന്ന് കേക്കണ്ട. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മുടെ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിന്റെ ഓരോ പാട്ടുകളും നമ്മൾ നോക്കുക, ഇതുപോലെ വിരഹവും പ്രണയവും സിനിമകളും അതിനാണ്. ദിലീപേട്ടൻ പറഞ്ഞാണല്ലോ പ്രണയമാണ് ഈ നിൽക്കുന്നതെന്ന്. എന്താണ് ഇതിൽ അതിനൊരു ഞാൻ കാര്യമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ സിനിമകളിലും എല്ലാ പാട്ടുകളിലും പ്രണയം നിറയുന്ന പാട്ടുകളാണ്? ആള് സ്പെഷ്യലായിട്ട് വല്ലതും പറയുന്നുണ്ടോ? അതെയോ? അല്ല, അദ്ദേഹത്തിന് പ്രണയത്തിനെ വളരെ അധികം മനോഹരമാക്കാൻ, അതായത് നമ്മളിപ്പോൾ വേറെ അദ്ദേഹം അല്ല എഴുതുന്നെങ്കിലും അതിൻ്റെ ഒരു പ്രണയത്തിൻ്റെ ഒരു അറ്റ്മോസ്റ്റ് ലെവലിലേക്ക് എത്തുന്നവരെ പുള്ളി നമ്മളെ അത് എത്തിക്കാനായിട്ട് പുള്ളി പുറകെ പുഷ് ചെയ്യും. അപ്പോൾ പുള്ളിക്ക് അറിയാം, അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അതിൻ്റെ ലെവൽ എത്രമാത്രമാണെന്ന്. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ ബെറ്ററായി. ഇപ്പോൾ സാറ് പറഞ്ഞത്, വിജയൻ സാറ് പറഞ്ഞതനുസരിച്ച് ഇത് ചെയ്തപ്പോൾ കുറച്ചും കൂടെ മ്യൂസിക്കലി എനിക്ക് കുറച്ചും കൂടെ അത് എൻഹാൻസ് ചെയ്യാൻ പറ്റി എന്നൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഈ ദിലീപേട്ടൻ പറഞ്ഞ പോലെ പ്രണയമാണ് അദ്ദേഹം. ഞാൻ എപ്പോഴും ചിന്തിക്കും 90s കിഡ്സിന് ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്ത നിരവധി പാട്ടുകൾ. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ കോളേജിൽ ഓർമ്മയ്ക്കായി എല്ലാവർക്കും അറിയുന്ന മേജർ സോങ്. അതെ. പിന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ പോലെ പാട്ടൊക്കെ എന്തൊരു മനോഹരമാണ്. അതേ ജോണറിലേക്ക് തന്നെയാണ് മിക്ക സിനിമകളിലും. എണ്ണക്കറുപ്പിനേഴഴകെന്ന് പറഞ്ഞ എണ്ണക്കറുപ്പിനേഴഴക് അതെല്ലാം എൻ്റെ ഫേവറേറ്റ്സ് ആണ്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ചൈൽഡ്ഹുഡിനെ ഓർമ്മയ്ക്കായി ഇനിയൊരു സ്നേഹഗീതം ആദ്യമായി പാടുമെന്നാത്മഗീതം നിനക്കായി കരുതിയൊരിഷ്ടഗീതം രാഗസാന്ദ്രമാം ഹൃദയഗീതം എൻ്റെ പ്രാണനിൽ പിടയുന്ന വർണ്ണഗീതം. തെറ്റിരിക്കണ്ടെന്ന് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് പാടായിരുന്നു. കേൾക്കാൻ ഇഷ്ടം, ഞാൻ അത് പാടി നോക്കിയിട്ടില്ല അധികം. ഈ പാട്ട് ഞാൻ പാടിയില്ല, കേൾക്കാനാണ് എനിക്ക് ഓർമ്മിക്കാൻ ഇഷ്ടം. ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ നിൽക്കുകയാണ്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എപ്പോഴാണ് ഈ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിനെ പരിചയപ്പെടുന്നത്? അദ്ദേഹത്തിന് സന്തോഷേട്ടനാണ് എന്നെ പരിചയം. ഈ പാട്ടുകളും മുഴുവൻ മനസ്സിലേക്ക് വന്നില്ല? പിന്നെ തീർച്ചയായിട്ടും അത് കാണുമ്പോൾ തന്നെ ആദ്യം ആര് വിജയൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് ഏത് ടെക്നീഷ്യൻ പോയാലും ആദ്യം എന്തായാലും നമ്മൾ ചെറുപ്പം തൊട്ട് കേട്ട് ആസ്വദിച്ച് അദ്ദേഹത്തിന്റെ പാട്ടിനെ കുറിച്ച് പറയാതിരിക്കില്ല. അതെല്ലാം വളരെ എനിക്ക് എന്താ അത് എക്സൈറ്റ്മെന്റോടുകൂടെ ഞാൻ ഇപ്പൊ പറയാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 4 കൊല്ലമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കത് പ്രത്യേകിച്ച് ഇപ്പൊ ആ എക്സൈറ്റ്മെന്റോടുകൂടെ അത് പറയാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ഡെഫിനറ്റായിട്ടും പുള്ളി ആദ്യമായിട്ട് കണ്ടപ്പോഴും കൂടെ ഇപ്പോഴും ഞങ്ങൾ സംസാരിക്കുന്ന പല ഒത്തുചേരലുകളിലും ഏറ്റവും കൂടുതൽ സാറായിട്ട്
പഴയ പാട്ടിനെ കുറിച്ചൊക്കെ സാറിന്റെ നമ്മൾ ഈ ഹിറ്റായിട്ടുള്ള അദ്ദേഹത്തിന്റെ പാട്ടിൽ മാത്രമല്ല, ഈ ഈസ്റ്റ് കോസ്റ്റ് ഓഡിയോസ് പ്രൊഡ്യൂസ് ചെയ്ത എത്ര പാട്ടുകളുണ്ട്. നിരവധി പാട്ടുകൾ. ഉമ്പായി എന്ന് പറഞ്ഞ ഗായകൻ ഏറ്റവും കൂടുതൽ CDs ഇറക്കിയിട്ടുണ്ടാവുന്നത് ഈസ്റ്റ് കോസ്റ്റ് ഓഡിയോസിൽ കൂടെ ആയിരിക്കില്ലേ. അല്ലെങ്കിൽ ജയവിജയൻ സർ, നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന എത്രയോ മികച്ച ഭക്തിഗാനങ്ങൾ നിരവധി 100 കണക്കിനോ 1000 കണക്കിനോ ഉണ്ട് ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഓഡിയോയിൽ കൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം മലയാളികൾക്ക് എന്നും മുതൽക്കൂട്ടാവുന്ന ഒരുപാട് സംഗീത രംഗത്ത് ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത ഒരു കമ്പനി തന്നെയാണല്ലോ. അതെ, ഇപ്പോഴും നിരവധി സിനിമകൾ. ഇപ്പോൾ ചിത്തിനിയൊക്കെ നോക്കുവാണെങ്കിൽ ചിത്തിനിയിൽ രഞ്ജിൻ്റെ കുറേ മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ, അതും കുറേ എന്താ പറയുക പരീക്ഷണങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അതിനകത്ത് അല്ലേ. എനിക്കൊന്ന് കർണാട്ടിക് അതുപോലെ ഇതെല്ലാം കൂടുതൽ സാറുടെ കഴിഞ്ഞ കള്ളനും ഭഗവതിയും ചിത്തിനി എല്ലാം കർണാട്ടിക്കിനെ കുറച്ച് പ്രാധാന്യമുള്ള പാട്ടിലായിരുന്നു. ശരിക്കും അതൊക്കെ ആ പഠനം സ്കോറൊക്കെ ആയിരുന്നു, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അങ്ങനെയായിരുന്നു. ഈ കർണാട്ടിക് മ്യൂസിക് എല്ലാം പഠിച്ചതിൻ്റെ ഒരു ഗുണം ശരിക്കും അതിനകത്ത് നമുക്ക് പ്രയോഗിക്കാനായിട്ട് സാധിച്ചല്ലേ. ചിത്തിനി അതുപോലെ തന്നെ പിന്നെ വേറെ ഒരു കള്ളനും ഭഗവതിയും. ഓക്കെ, അപ്പം ശരിക്കും ഇനി നമുക്ക് ഈ ഒരു സിനിമയുടെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് 1-2 പാട്ടുകളും കൂടെ അതിനകത്തുണ്ട്. ഒരു പാട്ട് റീമിക്സ് അല്ലല്ലോ, ഓൾറെഡി നമ്മൾ കേട്ട് പാൽനില ഉള്ള പാട്ടാണ്. അതിനെ ശരിക്കും എങ്ങനെയാണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്? എങ്ങനെയാണ്? ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാൻ സാറ് സമ്മതിക്കില്ല, തൊട്ടിട്ടില്ല. അത് ആക്ച്വലി എന്താണോ പണ്ട് ഉണ്ടായിരുന്നത് അതേ കാര്യങ്ങൾ നമ്മളൊന്നും കൂടെ റീപ്രൊഡ്യൂസ് ചെയ്തെന്നല്ലാതെ നമ്മൾ ഒരുപാട് എക്സ്പെരിമെന്റ് അതിൽ ചെയ്തിട്ടില്ല, ചെയ്യാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി അതിനകത്ത് എന്താ നിങ്ങൾ ചെയ്തിരിക്കുന്നത്? എല്ലാ കാര്യങ്ങളും റീപ്രൊഡ്യൂസ് ചെയ്തു. അന്ന് എന്തൊക്കെ കേട്ടോ ആ ടോൺസ് എല്ലാം റീപ്രൊഡ്യൂസ് ചെയ്തു എന്നല്ലാതെ നമ്മൾ അതിനെ ഹാം ചെയ്തില്ല. കാരണം ഹാം ചെയ്യാൻ പാടില്ല. പാടി പുതിയ സിംഗർ ധാന റസിക് എന്ന് പറഞ്ഞ ഒരു കുട്ടി പാടി. അത് ആ കുട്ടി ഒരുപാട് ഫാൻ ബേസ് ഉള്ള, എനിക്കൊന്ന് എസ്പെഷ്യലി മാപ്പിള ഗാനങ്ങളിൽ ഭയങ്കരമായിട്ട് ഒരു ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരു കുട്ടിയാണ് ധാന റസിക്. അപ്പോൾ ധാനയാണ് ആ പാട്ട് നന്നായിട്ട് പാടിയ ആ കുട്ടി. അതാണ് ആ പാട്ടിന്റെ സ്പെഷ്യാലിറ്റി. അതല്ലാതെ ഓർക്കസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ എന്തായിരുന്നു അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അത് ഒരു തുള്ളി പോലും മാറ്റാൻ സാർ സമ്മതിച്ചില്ല. അത് തന്നെ മതിയെന്ന് സാർ വളരെ നിർബന്ധത്തോടെ പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയധികം മലയാളി ഹൃദയങ്ങളിലുള്ള പാട്ടാണ്. അതിനെ നമ്മൾ റീമിക്സ് ചെയ്ത് ഹാം ചെയ്യാൻ ഞാനും താല്പര്യപ്പെടുന്നില്ല. സാർ എന്തായാലും അത് അനുവദിക്കുകയില്ല. എങ്ങനെയാണ് ഈ ഒരു പുതിയ ആളെ കൂടെ നിങ്ങളുടെ ദാനയും സെലക്ട് ചെയ്തത് ഈസ്റ്റ് കോസ്റ്റ് ഓഡിയോസ് ആണ്. അതെ, ഞാൻ അങ്ങനെ ഫോളോ ചെയ്തിട്ടില്ലായിരുന്നു, ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ദാനെ സജസ്റ്റ് ചെയ്തതും അവരായിരുന്നു. പക്ഷെ കുട്ടിയുടെ സിംഗിങ് സ്റ്റൈൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ പാടിപ്പിച്ച് നോക്കിയപ്പോൾ വളരെ ഫീലുള്ള ഒരു വോക്കൽസ് ആണ് ദാനയുടെ. അപ്പോൾ എനിക്കത് വളരെ കൺവിൻസിങ് ആയിട്ട് തോന്നി. ആ പാട്ടിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു ഗായിക എന്നെയായിട്ട് തോന്നി. നന്നായിട്ട് പാടിയ കുട്ടി. ഓക്കെ, പിന്നെ ഇപ്പോൾ ഒരു പുതിയ ലേറ്റസ്റ്റ് മൂവി എന്ന് പറയുന്നത് തെലുങ്ക് ഇറങ്ങി, കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഇറങ്ങി. നല്ല പേരെന്താണ്? എനിക്ക് ആ പേര് ഇപ്പോഴും പറയാൻ സാമ്പ്രദായിനി സുപ്പിനി ശുദ്ധഭൂഷണി എന്ന് പറഞ്ഞിട്ട് ട്രിപ്ലസ്. അത് പറഞ്ഞാൽ മതി. മറ്റേ ഞാൻ കുറെ നേരമായിട്ട് അതിന്റെ പേര് പഠിക്കാൻ ഇച്ചിരി പാടുപെട്ടു. നല്ല രസമുള്ള ഒരു സിനിമയാണ്, ഒരു സർവൈവൽ ത്രില്ലറാണ്, പക്ഷേ ഇൻ കോമഡി. എങ്ങനെ പോകുന്നു ആ സിനിമ? നന്നായിട്ട് പോകുന്നു, റണ്ണിംഗ് ആണ്. അടിപൊളിയായിട്ട് പോകും. 2 ആഴ്ചയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. തെലുങ്കിലേക്ക് ചെന്നത് എങ്ങനെയാണ്? തെലുങ്ക് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലു അർജുൻ സാറുടെ അച്ഛൻ അല്ലു അരവിന്ദ് സാർ പ്രൊഡ്യൂസ് ചെയ്ത ഗീത ആർട്സിന്റെ കോട്ടബൊമ്മളി PS എന്ന് പറഞ്ഞൊരു മൂവി ഞാൻ ഓൾറെഡി 2023 ചെയ്തിട്ടുണ്ടായിരുന്നു. 2023 അത് നല്ല റിസപ്ഷൻ കിട്ടിയ ഒരു പടം തന്നെയായിരുന്നു. എങ്ങനെയാണ് ഈ മലയാളത്തിൽ നിന്ന് തെലുങ്കിലേക്ക് നമുക്ക്? അല്ല, നമ്മുടെ പടങ്ങൾ കണ്ടു വിളിച്ചത് തന്നെയാണ്. മാളികപ്പുറം കണ്ടിട്ട് എനിക്ക് കിട്ടിയ ഓഫറാണ് തെലുങ്കെന്ന് ഈ കോട്ടബൊമ്മളി ചെയ്യാനായിട്ട്. കോട്ടബൊമ്മളി കണ്ടിട്ടാണ് ഇവരെന്നെ വിളിച്ചത്. തെലുങ്ക് അറിയോ ആക്ച്വലി? ഇല്ല, തെലുങ്ക് അറിയില്ല, പക്ഷെ പഠിക്കാൻ പറ്റും. സിനിമയിലെ ഭാഷ എന്തായാലും നമുക്ക് സിനിമ കാണുമ്പോൾ എന്താണ് അതിന്റെ റൂട്ടും കാര്യങ്ങളൊക്കെ എന്തായാലും കിട്ടും. എന്നാലും ലിറിക്സും നമ്മുടെ മ്യൂസിക്കും കൂടെ ഞാൻ പാട്ട് ചെയ്തായിരുന്നു, കോട്ടബൊമ്മളി ചെയ്തായിരുന്നു. ഇതില് പാട്ടില്ല, ഇതിലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ വരുന്ന റാപ്പ് സോങ് മാത്രമേ ഉള്ളൂ. റാപ്പ് സോങ് ചെയ്തായിരുന്നു. അപ്പോൾ മെലഡിയിൽ നിന്ന് വിട്ടിട്ട് ചെയ്യാറുണ്ട്, പക്ഷെ മെലഡിയാണ് കൂടുതൽ ആൾക്കാരിലേക്ക് ഹിറ്റ് ആവുന്നത് മാത്രമേ ഉള്ളൂ. അല്ല, ഇപ്പൊ എനിക്കൊന്ന് കാട്ടുപുലിയും ഈ പറഞ്ഞ പോലെ റാപ്പ് അല്ലെങ്കിൽ ഫോക്കാണ്. റാപ്പ് ഒരുപാട് ചെയ്തിട്ടുണ്ട്, ചെയ്യാറുമുണ്ട്, പക്ഷെ അത് കാണുന്നില്ല ആൾക്കാർ. അല്ല, രഞ്ജിനി കൂടുതലായിട്ട് ആളുകളിലേക്ക് എത്തുന്നത് ഈ മെലഡീസ് ആണ്. അതാണ് കൂടുതൽ ഹിറ്റ് ആവുന്നത് എന്റെ, അതുകൊണ്ടാണ് അത് പറയുന്നത്. റാപ്പ് കുറേ ചെയ്തിട്ടുണ്ട്, ഹിപ്പ് ഹോപ്പും എല്ലാം ചെയ്യാറുണ്ട്, എത്തുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട്, എത്തുന്നില്ല, എത്തിക്കണം. അതെ, അത് അതുപോലത്തെ ഒരു സിനിമയാണെങ്കിൽ മാത്രമേ അത് നമ്മൾ ഈ പറഞ്ഞ പാത്രം അറിഞ്ഞ് വിളമ്പിയാൽ അത് എത്തും. നമ്മൾ അത് ചേരുന്ന സിനിമയാണോ
നമുക്ക് അതുപോലത്തെ മൂവീസ് വന്നാൽ മാത്രമേ അത് എക്സിബിറ്റ് ചെയ്യാൻ പറ്റൂ. അല്ല ഞാൻ ചോദിക്കുന്നത് ശരിക്കും നമ്മൾ മലയാളികൾ തെലുങ്ക് അറിയാതെ തെലുങ്കിൽ ചെന്നിട്ട് പാട്ടുകൾ ഒക്കെ ചെയ്യുമ്പോൾ അത് ഇച്ചിരി ടഫാണോ? അത് ഇല്ല, അത് നമ്മൾ പഠിക്കുമല്ലോ, അതിനുവേണ്ടി നമ്മൾ എന്തായാലും ഹോംവർക്ക് ചെയ്യുമല്ലോ, ചുമ്മാ അങ്ങനെ ചെയ്യില്ല. എന്തായാലും ഇപ്പോൾ കഥാപരമായിട്ടാണെങ്കിൽ കൃത്യമായി ട്രാവൽ ചെയ്ത് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഇത് വാങ്ങിക്കും, ട്രാൻസ്ലേഷൻ ഇത് എന്താ പറയുക, സബ് ടൈറ്റിൽ ഞാൻ വാങ്ങിക്കും. ആദ്യം ആ പടം എനിക്ക് സ്കോർ ചെയ്യാൻ തരുമ്പോൾ തന്നെ സബ് ടൈറ്റിൽ ഉണ്ടാവും. അപ്പോൾ ഇംഗ്ലീഷിൽ വായിച്ചിട്ട് അത് ചെയ്യാം. പിന്നെ അതുകൂടാതെ നമ്മൾ കണ്ട് വളരെയധികം അതൊന്നും വായിച്ചില്ലെങ്കിലും മനസ്സിലാവുന്ന അവസ്ഥയിലേക്ക് നമ്മളെ തന്നെ നമ്മൾ എത്തിക്കും. അത്രയും നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ആവും. തെലുങ്ക് പറയാൻ അറിയോ? കുറച്ചൊക്കെ ഞാൻ അവിടെ പ്രസംഗിക്കാനൊക്കെ വേണ്ടി എന്തൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ മറന്നുപോയി. കന്നഡ പാട്ടുകൾ പാടിയിട്ടില്ലേ? അത് പണ്ട് പണ്ട്. ഇപ്പൊ ഇല്ല. കന്നഡയിലേക്ക് വല്ലതും കൈ നോക്കുന്നുണ്ടോ? സിനിമ ചെയ്യാൻ വന്നാൽ ചെയ്യും. ഭാഷ സിനിമയ്ക്ക് അങ്ങനെ വലിയ ഭാഷ വലിയ ഇന്ത്യൻ സിനിമകൾ എന്തായാലും നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇപ്പൊ ഭാഷകളെ കുറിച്ച് പെട്ടെന്ന് പറയുമ്പോൾ ഞാൻ ഭോജ്പൂരി ചെയ്തിരുന്നു, കുറേ ഭാഷകൾ. തമിഴ് പിന്നെ അറിയാം. തമിഴില് ഞാൻ ചെയ്ത പടങ്ങൾ കടാവർ എന്ന് പറഞ്ഞ പടം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ യുഗി എന്ന് പറഞ്ഞ പടം ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ അതിലാണ് പേസും മഴ എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഉണ്ട്. പേസും മഴയോ നനയവരവാ, അതൊക്കെ ആ പടത്തിലാണ്. ഇപ്പൊ ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞിട്ട് തമിഴ് പടം. ഗ്രാൻഡ് ഫാദർ അതാണ് ഇപ്പൊ അത് റണ്ണിങ് അല്ലേ ഇപ്പോ? ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് സ്കോർ സ്റ്റാർട്ട് ചെയ്തു, പാട്ടിൽ ഓൾമോസ്റ്റ് ആയി. ഓക്കെ, അതിപ്പോ നമുക്ക് എന്തായാലും അതിന്റെ കൂടുതൽ കാര്യങ്ങൾ എനിക്കൊന്നും പുറത്തു പറയാൻ പറ്റില്ല. ആയി വരുന്നേ ഉള്ളൂ. ചിന്മയി പാടി, പിന്നെ ആനന്ദ് എന്ന് പറഞ്ഞൊരു സിംഗർ പാടി. കുറച്ച് ഇനി പാടിപ്പിക്കാൻ പോകുന്നുള്ളൂ, കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട് നമ്മൾ ഓൾറെഡി. പുതിയവരെയാണ് കൂടുതലും അല്ലേ? ചിന്മയി പുതിയതാണോ? അല്ല, ചിന്മയി പുതിയതല്ല, എന്നാലും പുതിയവരെ. ആനന്ദ് ആക്ച്വലി ഇതൊക്കെ പാടിയിട്ടുണ്ട്, ഉരുകി ഉരുകി പോണതടി, അതൊക്കെ. പിന്നെ എപ്പടി വന്നായോ അതൊക്കെ പാടിയത് ആനന്ദാണ്. സിറിക്ക് വാസം, അങ്ങനെ കുറേ നല്ല കിള്ളം പാട്ടുകൾ പാടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫറൻസ് ഓൾറെഡി എനിക്ക് അറിയുന്ന ആളല്ല, അവൻ്റെ പാട്ടുകൾ അറിയാം. ഓക്കെ. ഈ മ്യൂസിക് ഡയറക്ടേഴ്സിന് ഒരു പ്രശ്നമാണെന്ന് വെച്ചാൽ സിനിമ സ്റ്റാർട്ട് ചെയ്തു പറഞ്ഞാൽ ഒത്തിരി പേര് വിളിക്കത്തില്ലേ? അതൊക്കെ ഉണ്ട്. സിംഗേഴ്സിനെക്കാട്ടിലും ലിറിസിസ്റ്റ് ഗാനരചയിതാക്കളാണ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ എനിക്ക് പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ നോക്കുന്നുണ്ട്, പ്രോപ്പറായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാരെ നോട്ട് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടിയാൽ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ പുതിയവരെയും എല്ലാവരെയും എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ? ചെയ്യണം, എന്തായാലും ചെയ്യണമല്ലോ. അത് നമ്മൾ നോക്കിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി വന്ന് ചേരുന്നുണ്ട്. നമുക്ക് ഓരോ ഇൻബോക്സിൽ ഓരോരുത്തർ ഇങ്ങനെ അയക്കുന്നതും ചിലത് നമ്മൾ അറിയാതെ കണ്ടുപോകും. ചില ആൾക്കാർ നമ്മൾ അറിയാതെ കണ്ടിട്ട് അങ്ങോട്ട് മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ മകന്റെ കൂടെ സുമതി വളവിൽ നിന്നോട് പറയുവാൻ. അതുപോലെ സുമതി വളവിൽ ഈ പറഞ്ഞ പോലെ കുറേ നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചു. കാണെ ഇതെല്ലാം മനസ്സിലേക്ക് ഓടി വരുന്ന പാട്ടുകളാണ്. ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ അടുത്ത് ചോദിക്കാൻ പാടില്ല, എന്നാലും പെട്ടെന്ന് ഒരു പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലേക്ക് ഓടി വരുന്ന പാട്ട് ഏതായിരിക്കും? എന്റെ പാട്ട് അങ്ങനെ വരാറില്ല. ദേവാങ്കണങ്ങൾ അങ്ങനത്തെ പാട്ടിൽ എനിക്ക് വരുള്ളൂ. ഒരു പാട്ട് പാടാൻ പറഞ്ഞു. ആണോ? സ്വന്തം പാട്ടൊന്നും എന്റെ പാട്ടിൽ ഇഷ്ടമുള്ള പാട്ട് പാടാൻ പറഞ്ഞ ഏറ്റവും ആദ്യം എന്ത് പറയൂ? അങ്ങനെ ഏലമലക്കാടിനുള്ളിൽ അതെനിക്ക് ഇഷ്ടമുള്ള പാട്ട്. ഇങ്ങനെ എല്ലാം ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന പാട്ടിലാണ്. ഏത് കുട്ടിയാണ് ഇഷ്ടം എന്ന് ചോദിക്കുന്നത്? ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന പാട്ടിൽ തന്നെയാണ്. ഇഷ്ടമുള്ള ഒരു പാട്ട്. എന്നോമൽ നിധിയല്ലേ കൺപീലി നനയല്ലേ എന്നാളും മരിക്കെ ഞാൻ കാവലായി ഉരുകും വേനലകലാനൊന്നു ചൊരിയൂ തൂമഴ മെഴുകിൻ നേർത്ത തിരിയായുള്ളു തെളിയും നാളിതാ എന്നോമൽ നിധിയല്ലേ കൺപീലി നനയല്ലേ എന്നാളും മരിക്കെ ഞാൻ കാവലായി. സൂപ്പർ. ഇപ്പോൾ എഴുതാനൊരിടം എന്നൊക്കെ എപ്പോഴും നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ MT സാറാണെങ്കിലും അല്ലെങ്കിൽ ONV കുറുപ്പ് സാറാണെങ്കിലും പറയും എഴുതാനിരിക്കുന്ന ഇടം വളരെ പ്രിയപ്പെട്ടാണ്. അതുപോലെ തന്നെ രഞ്ജിനും പ്രിയപ്പെട്ട ഒരു ഇടമുണ്ടോ ഈ കമ്പോസിങ്ങിനും കാര്യത്തിനൊക്കെ ഇരിക്കുമ്പോൾ? ഇത് സ്വന്തം സ്റ്റുഡിയോ തന്നെയാണോ എപ്പോഴും? അല്ല, ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കുറേ സിനിമകൾ ചെയ്യുന്ന സമയത്ത്
ഇപ്പോൾ നമ്മൾ ഒരു വർഷം 1-2 സിനിമയൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ചിങ്ങനെ ഇടം അന്വേഷിച്ച് പോകാനുള്ള ഒരു സ്പേസ് കിട്ടും. നമ്മൾ പക്ഷേ കണ്ടിന്യൂസ്ലി ഈ ഡെലിവറി ഡേറ്റ്സ്, ഷൂട്ട് ഡേറ്റ്സ്, റിലീസിങ് ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ഏത് ഇടം കിട്ടുന്നോ ആ ഇടം നമ്മുടെ ഇടമാക്കി മാറ്റുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ നമുക്ക് നമ്മളെ നമ്പേഴ്സ് കുറയാം അല്ലെങ്കിൽ കുറയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് സിനിമകൾ കുറയാം, എല്ലാം സംഭവിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യണ ആ സമയങ്ങളിൽ ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇടങ്ങൾ തേടി പോകാനുള്ളൊരു സ്പേസും കൂടെ കിട്ടും. പക്ഷേ നമ്മൾ കുറേ നമ്പേഴ്സ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കിട്ടണമെന്നില്ല. അപ്പം ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും ഈവൻ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും, ഇപ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിലും എപ്പോൾ നമുക്ക് തോന്നിയാലും ഒരു സ്പാർക്ക് ഉണ്ടായിക്കാൻ അപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്ത് ഫോണിൽ വെക്കും. എന്നിട്ട് അത് സ്റ്റുഡിയോയിൽ പോകുമ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യും. അതാണ് എപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം. ചിലപ്പോൾ അമ്പലങ്ങളിൽ പോകുമ്പോൾ കിട്ടും, പള്ളിയിൽ പോകുമ്പോൾ കിട്ടും, നടക്കാൻ പോകുമ്പോൾ കിട്ടും. അപ്പോൾ അതങ്ങനെയാണ് പ്രോസസ്സ്. അപ്പം പിന്നെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെക്കും. അങ്ങനെ അത് പിന്നെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. കീബോർഡിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തുമ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ട്രൈ ചെയ്യും. ഇപ്പം ഞങ്ങളുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചപ്പോൾ പൂമുത്തോളെ തന്നെ ഇറങ്ങിയ സമയത്ത് പിന്നെ എപ്പോഴും മനസ്സിൽ അത് തന്നെയായിരുന്നു. ഞങ്ങൾ പോലും, അതായത് കേൾക്കുന്ന ഒരു കേൾവിക്കാരൻ്റെ മനസ്സിൽ പോലും. അപ്പം ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വേറൊരു പാട്ട് പോലും ചിലപ്പോൾ മനസ്സിലേക്ക് വരത്തില്ല. അങ്ങനെ ഇരിക്കുന്ന ഞങ്ങൾക്ക് പോലും ഒരു ബുദ്ധിമുട്ടാണ് മറ്റൊരു പാട്ടിനെ ആ സമയത്തേക്ക് കുറച്ച് നാളത്തേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിനകത്ത് ഇന്നായി പോകും. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ വിത്തിൻ കുറച്ച് ടൈമിൻ്റെ ഉള്ളിൽ അടുത്ത പാട്ടുകളിലേക്ക് പുതിയ പുതിയ മ്യൂസിക്കുകളൊക്കെ കിട്ടുന്നത്, എങ്ങനെ വരുന്നത്, എങ്ങനെ? അതായത് ഇതൊന്നും മനസ്സിൽ നിന്ന് പോയിട്ട് അല്ലെങ്കിൽ തലയിൽ നിന്ന് പോയിട്ട് വേണ്ട അടുത്തതിലേക്ക് ഇന്നാവാൻ. അതിന് എന്താ ചെയ്യുക? ഇപ്പോൾ ഈവൻ പൂമത്തോളി ചെയ്യുമ്പോൾ പോലും നമ്മൾ പാരലലി ഉയരുന്നതിനും കണ്ണത്തതും പാടവരമ്പും ഒക്കെ എല്ലാം പോയല്ലോ. അപ്പൊ അങ്ങനെ ഒരു സെൻസ് നിങ്ങൾ ചിന്തിച്ച സെൻസ് ആയിരിക്കില്ല കമ്പോസർ. അതായത് നമ്മൾ ചെയ്ത ശേഷം നമ്മൾ കേൾക്കുന്ന ആൾക്കാരുടെ ഇമോഷൻ ആയിരിക്കില്ല ചെയ്യുന്ന ആളുടെ ആദ്യത്തെ ഇമോഷൻ ഫസ്റ്റ് കമ്പോസ് ചെയ്യുമ്പോഴാണ്. പിന്നെ അത് ബിൽഡ് ചെയ്ത് അതിൻ്റെ നമ്മൾ ഫസ്റ്റ് കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കുറച്ചെങ്കിലും ധാരണ ഉണ്ടാവുമല്ലോ. ആ ഔട്ട്പുട്ട് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ഫസ്റ്റ് കോഡ് തന്നെ പിടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. പിന്നെ അത് ജനങ്ങളുടെ പാട്ടാണ്. പിന്നെ ജോൽ പറഞ്ഞ പോലെ പിന്നെ നിങ്ങൾ അതിൽ ഇൻവോൾവ് ആവും. പക്ഷെ നമ്മളതൊന്ന് അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ആവും. അതൊരു നേച്ചറാണ്. അതൊരു മ്യൂസിഷ്യൻസ് അങ്ങനത്തെ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. അവിടെ ലോക്കായിട്ട് കിടക്കാൻ അങ്ങനെയല്ല. അത് അങ്ങനെ കിടക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ അടുത്തതിലേക്ക് പോകണ്ടല്ലെങ്കിലും നമുക്ക് അത് മാത്രമല്ലല്ലോ. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ രാവിലെ നമ്മളിപ്പോൾ ഒരു പാട്ട് കേട്ടു എന്നിരിക്കട്ടെ, അന്നത്തെ ദിവസം മുഴുവൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്, അന്നത്തെ ദിവസം മുഴുവൻ മൂളി നടക്കുന്നത് ആ പാട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങൾ സാധാരണ ജനങ്ങളുടെ ഒരു അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, ഒരു കേൾവിക്കാരൻ മാത്രമായിട്ടിരിക്കുമ്പോൾ. പക്ഷെ നമ്മൾ കമ്പോസ് ചെയ്യുന്ന സമയങ്ങൾ വരുമ്പോൾ എന്തായാലും എല്ലാ കമ്പോസേഴ്സും അങ്ങനെ തന്നെ ആയിരിക്കും തന്നെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ തന്നെ അവിടെ നിന്ന് ഷിഫ്റ്റ് ആയി പോവില്ലേ. അടുത്ത കുറേ സിറ്റുവേഷൻസ് ഒരു പടത്തിൽ ഉണ്ടാകുമ്പോൾ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ പൂമത്തോളം എന്ന് പറഞ്ഞ സിറ്റുവേഷൻ കഴിഞ്ഞാൽ ഉയരുന്നാഥിൻ്റെ സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ നമ്മളവിടെ ഭക്തിയിലേക്കും അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ മാറിയല്ലേ, നമ്മുടെ ചിന്തകളെ മാറിയില്ലേ. ഇപ്പം ഈ ഉയരുന്നാഥിനെ പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത്, ഇപ്പം ജോസഫ് മൂവി ഞാനും അതിനകത്ത് ഡബ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം. അന്ന് തന്നെ എനിക്കൊന്ന് ഒറ്റ ടേക്ക് തന്നെ നമ്മുടെ ചേട്ടൻ അതന്നെ ജോജി ചേട്ടൻ എനിക്ക് തോന്നുന്നു ഒരു 10 പ്രാവശ്യം എന്നെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. ഒറ്റ വാക്ക് തന്നെയൊക്കെ ഉള്ളൂ, 10 പ്രാവശ്യം. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ രഞ്ജിൻ്റെ അടുത്ത് ഈ പാട്ടുകൾ പറയുന്ന സമയത്തും കറക്റ്റായിട്ട് അഭിനയിച്ച് വരെ കാണിച്ചു ചെയ്യുന്ന സമയത്ത് ചേട്ടൻ വന്ന് നമ്മുടെ ഫ്രണ്ടിലിരുന്ന് തലയണയൊക്കെ കെട്ടിപ്പിടിച്ച് സെമിത്തേരി പോലെ അതിനെ സങ്കല്പിച്ച് കരഞ്ഞ് അങ്ങനെയൊക്കെ പെർഫോം ചെയ്ത് കാണിക്കുമായിരുന്നു. അപ്പോൾ കാരണം മെത്തേഡ് ആക്ടർ എന്ന് പറയുന്ന പുള്ളി അതിൽ നമ്മൾ അപ്പോഴേ പറഞ്ഞ പോലെ പൂമുത്തോളിയിൽ നമ്മൾ കുടുങ്ങുമെന്ന് ചോദിച്ചില്ലേ, അതുപോലെ പുള്ളി അതിൽ കുടുങ്ങിക്കിടക്കുന്ന ആളാണ്. പുള്ളി പിന്നെ ജീവിക്കുന്നത് ജോസഫായിട്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോയിച്ചേട്ടൻ വന്ന് അങ്ങനെ പെർഫോം ചെയ്ത് കാണിച്ച് തന്ന്. അത്രയൊക്കെ വേറെ ആളുകളാരെങ്കിലും എനിക്ക് അതിനുശേഷം അത്രയും ജോയിച്ചേട്ടൻ്റെ അത്ര അതിനുശേഷം അങ്ങനെ ആരും ഇൻവോൾവ്മെന്റിന്റെ അല്ല, ഓരോ സെൻസിൽ ഇൻവോൾവ്. ഇപ്പം ഞാൻ കാണൊക്കെ ചെയ്യുമ്പോൾ എക്സ്ട്രീംലി ഇൻവോൾവ് ആയിട്ട് ചെയ്തൊരു പ്രൊജക്റ്റാണ് അത്. ബോബി സഞ്ജയ് ടീമും മനു അശോകൻ, അപ്പോൾ അവർ എക്സ്ട്രീംലി ഗുഡ് മൂവീസ് ചെയ്ത ആൾക്കാരാണ്. ഉയരെ ചെയ്തിട്ട് ചെയ്യുന്ന പടമാണ് കാണെ. അപ്പോൾ അവരുടെ ഇൻവോൾവ്മെന്റ് വേറെ തന്നെ തലത്തിലാണ്. ജോയി ചേട്ടൻ ആസ് എ പേഴ്സൺ പുള്ളി ഇമോഷണലാണ്. അതായത് ഇപ്പോൾ കാണൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രൊഫഷണലി അതിനെ എങ്ങനെ ക്യാരി ചെയ്ത് ഇങ്ങനെയൊക്കെ എത്തിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്കാണ്. ജോയി ചേട്ടൻ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അതിനെ ഭയങ്കര ഇമോഷണലായിട്ടാണ് പുള്ളി സിനിമയും
ജോസഫിനെയും ആ ക്യാരക്ടറിനെയൊക്കെ വളരെ ഇമോഷണലായിട്ട് പുള്ളിയായിട്ട് തന്നെ യെസ്. കൺസിഡർ ചെയ്തിട്ടാണ് അത് കാണുന്നത്. കാരണം എന്നോട് പുള്ളി അത്രയും കേട്ട പേടിക്കുന്ന പോലെ പുള്ളി അങ്ങനെ ആയി മാറിയിട്ടുണ്ട് ആ ക്യാരക്ടറിലേക്ക്. നമുക്ക് തന്നെ പേടി വരും. എന്നോട് ആദ്യം പുള്ളി നെറേറ്റ് ചെയ്തത്, അതായത് ഒരു പാട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പാട്ട് ചെയ്തോണ്ട് അപ്പോൾ എൻ്റെ ചിന്ത ഇപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ കിളി പോയിരിക്കുകയാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു മനുഷ്യനെ ചിന്തിക്കാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. യെസ്. അപ്പോൾ അത്രയും ഡെഡിക്കേഷൻ ആയിട്ടാണ്. ഡെഫിനറ്റായിട്ടും പപ്പേട്ടനാണ് ചാൻസ് തരുന്നത് എനിക്ക്. പിന്നെ പാടിൻ്റെ സമയത്ത് ജോയിച്ചേട്ടൻ്റെ ഇൻവോൾവ്മെൻറ്റ് പപ്പേട്ടൻ തന്നെ വിട്ടതാണ്, നിങ്ങൾ രണ്ടുപേരും കൂടെ അത് എന്താണെന്ന് വെച്ചാൽ അച്ചീവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അത് ജോയിച്ചേട്ടൻ്റെ ആ സിനിമയോടുള്ള ക്യാരക്ടറിനോടുള്ള സ്നേഹം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. അത് ആ സിനിമയിൽ മൊത്തം കാരണം അദ്ദേഹം തന്നെയായിരുന്നു പ്രൊഡ്യൂസറും. യെസ്. ഡെഫിനറ്റായിട്ട് അത് ഹെൽപ്പ് ആയിട്ടുണ്ടല്ലോ. അത് തന്നെയാണ് രഞ്ജിന് തന്നെ ഭയങ്കര ബൂസ്റ്റ് ആയിട്ട് വന്നത്. നമ്മൾ ജോയിച്ചേട്ടനെ കാണുന്ന മുന്നേ തന്നെ കരിനീലക്കണ്ണുള്ള പെണ്ണ് കമ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ പാട വരുമ്പോൾ ജോയിച്ചേട്ടനാണ് അത് ആ പാട്ട് ഞാൻ എപ്പോഴും വിചാരിക്കും അത് വെച്ചിട്ട് നല്ലൊരു കണ്ടെത്താ ദൂരം ജോയിച്ചേട്ടൻ്റെ ഫ്രണ്ടിൽ ഇരുന്നാണ് കമ്പോസ് ചെയ്തത്. പുള്ളി വന്ന് ഈ പറഞ്ഞ പോലെ അഭിനയിച്ച് കാണിച്ചു തന്നു. ഉയരുന്നാഥിനെയൊക്കെ ഫസ്റ്റ് ട്യൂൺ തന്നെ ടപ്പേ നോക്കിയായിരുന്നു. നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ തന്നെ നമുക്കറിയാം, നമ്മൾ ഇതുവരെ ഉപയോഗിക്കാത്ത ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് ഞാൻ ഉദ്ദേശിച്ചത് സിനിമകളിലാണ്, പാട്ടുകളിലാണ്, ഇതുവരെ ഉപയോഗിക്കാത്ത നിരവധി ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ശരിക്കും നിങ്ങൾ മ്യൂസിക് ഡയറക്ടേഴ്സാണ് കൂടുതലും പുതിയ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവരുന്നത്. ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ഫോറിനേഴ്സാണ് കൂടുതൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇതുപോലെ അവരുടെ മ്യൂസിക്കുകളിൽ ജനങ്ങളിലേക്ക് എത്തി. അങ്ങനെ എന്തെങ്കിലും പുതിയത് എന്തെങ്കിലും ഒന്ന് പരീക്ഷിക്കണം അങ്ങനെ തോന്നിയിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടോ? നമ്മൾ പുതിയത് ഇപ്പോൾ പാടവരമ്പ് എന്ന് പറഞ്ഞ പാട്ടിൽ ഇൻസ്ട്രുമെന്റ്സിനെക്കാട്ടിലുപരി നമ്മുടെ അടുക്കളയത്തെ സാധനങ്ങളാണല്ലോ ഫുൾ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ കാപ്പി പാത്രങ്ങളും സ്പൂണും കാര്യങ്ങളും ഒക്കെ ആണല്ലോ. അപ്പോൾ അതൊരു എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ അതിന് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആവണം നിർബന്ധമൊന്നുമില്ല. അതൊരു മീഡിയമാണ്, നമുക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആയി മാറുകയാണ് കാപ്പിക്കുപ്പി എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും നമ്മുടെ ഇപ്പോൾ ഇടയ്ക്ക അങ്ങനെയൊക്കെ കുറേ അങ്ങനെ ഇപ്പോൾ ചെണ്ടയുടെ ഒരു വലിയൊരു മേളം നമ്മൾ മാളിപുരത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ചെണ്ട ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. രജനീകാന്ത് സാറുടെ മോള് സൗന്ദര്യ മാം എന്നിട്ട് പിന്നെ നേരിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്തു. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് എന്നെ അഭിനന്ദിച്ചത് ചെണ്ടയുടെ കാര്യം പറഞ്ഞിട്ടാണ്. അപ്പോൾ അത്രയും ആൾക്കാർക്ക് അത് എത്തിയിട്ടുണ്ടായി. ഇപ്പോൾ ഭൂതനാഥ സദാനന്ദ പോലത്തെ അതെല്ലാം ശിങ്കാരി മേളത്തിൻ്റെ ഒരു ഫോർമാറ്റിലാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ മാളിപുരത്തിൽ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എക്സ്പെരിമെൻ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഇതൊക്കെ ഓൾറെഡി ചെയ്ത തന്നെ ആൾക്കാർ, എങ്കിലും അതിനൊരു ക്യാരക്ടർ കൊണ്ടുവരാൻ പറ്റി. പിന്നെ ഇപ്പോൾ 10ാം വളവ് ചെയ്തപ്പോൾ കംപ്ലീറ്റ്ലി ഫോറിൻ ഓർക്കസ്ട്രയാണ് ഫുൾ ഹോൾ സ്കോർ നമ്മൾ ചെയ്തത്. ഒരു വലിയൊരു അത് എല്ലാവരും ചെയ്യുന്നുണ്ട് അതും, പക്ഷെ എങ്കിലും ഹോൾ സ്കോർ ഒരു ബിറ്റും എനിക്ക് തോന്നുന്നില്ല ആ സ്കോർ ഇല്ലാതെ ചെയ്തിട്ടുണ്ട്. എല്ലാം ഒറിജിനൽ സ്കോർ ബുഡാപെസ്റ്റിൽ നിന്ന് എടുത്താണ് കംപ്ലീറ്റ് സ്കോർ. അപ്പോൾ അങ്ങനത്തെ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് പഠിച്ചിട്ടോ അങ്ങനെ? ഞാൻ കീബോർഡ്സ് വായിക്കും. ചെറുപ്പം തൊട്ട് കർണാട്ടിക് മ്യൂസിക് പഠിക്കുമ്പോൾ ഹാർമോണിയം വായിക്കും. അതാണ് എൻ്റെ പ്ലേയിങ് സ്കിൽ. അങ്ങനെയാണ് ചെറുപ്പത്തിൽ തുടങ്ങുന്നത്. ഏത് വയസ്സ് മുതൽ? ഒരു 7 വയസ്സ് മുതൽ. 7 വയസ്സ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ് പഠിക്കും. അപ്പോൾ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ മുതലാണ്? 3 വയസ്സ് തൊട്ട് പാടുന്നുണ്ട്, സ്റ്റേജിൽ കയറി പാടുന്നുണ്ട്. പക്ഷേ ഈ സെക്കൻഡ് സ്റ്റാൻഡേർഡ് തൊട്ടാണ് പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ടും കൂടെ പാടി നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? നേരം പാടിയത് മോശമായിരുന്നു. എന്നാലും ഒരു സ്പെഷ്യൽ സോങ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്. ഇപ്പോൾ ആരെങ്കിലും സ്വന്തം പാട്ട് വേണമെന്നൊന്നുമില്ല. സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളേ, സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളേ, സുറുമയെഴുതിയ മിഴികളേ. താങ്ക് യു. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം. ഭീഷ്മർ മൂവിയിലും നല്ല നല്ല പാട്ടുകൾ ഞങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണൂ, ഭീഷ്മർ കാണൂ. ഒരു ഫൺ ഫീൽഡ് ഫാമിലി എൻ്റർടൈനർ ആണ്. യെസ്, സമാധാനമായിട്ട് കണ്ട് വരാവുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഇതിലെ പാട്ടുകളും നിങ്ങൾ എല്ലാവരും സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും രഞ്ജിൻ അടിപൊളി പാട്ടുകൾ ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.